കേരള പഴക്കൂടയിലേക്ക് തേനും വയമ്പുമായി ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാംസ്. അതിവിദൂരമല്ലാത്ത ഒരു ഭൂതകാലത്തിൽ കേരള പ്രകൃതിയുടെ പ്രതിഫലനം പോലെ കേരളീയർ അതിഥി സൽക്കാരപ്രിയതയിൽ അദ്വിതീയരായിരുന്നു. നാഗരികതയുടെ വേലിയേറ്റം ഭൂപ്രകൃതിയെ ആകമാനം മാറ്റിമറിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ ആന്തരിക സത്ത അചഞ്ചലമായി തന്നെ നിലകൊള്ളുന്നു. ലോകത്തെവിടെയുമുള്ള വൃക്ഷലതാദികളെ 1000 കരങ്ങളാൽ ആശ്ലേഷിച്ച് സ്വാഗതം ചെയ്യാൻ കേരള ഭൂമി വൈവിധ്യമാർന്ന മൺഘടനകളും കാലാവസ്ഥയും ഒരുക്കി കാത്തിരിക്കുന്നൊരു വൈശാലി തന്നെ. ഈ പ്രകൃതി രഹസ്യം മനസ്സിലാക്കി മറ്റു രാജ്യങ്ങളിൽ പ്രശസ്തമായി തീർന്ന ഉത്കൃഷ്ട ഫലസസ്യവൃക്ഷലതാദികൾക്ക് കേരളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുക്കാൻ കാഞ്ഞിരപ്പള്ളിയിലെ ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാംസ് ഇന്നൊരിടത്താവളമായി ഖ്യാതി നേടിയിരിക്കുന്നു. ഇവിടുത്തെ കലവറയിലേക്കാണ് ഇന്ന് നൂറുമേനി കടന്നു ചെല്ലുന്നത്. ആയിരത്തി 1999 അന്ന് എല്ലാ വർഷവും നല്ല കായ്ഫലം തന്ന് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന സപ്തതി കഴിഞ്ഞ ഒരു റംബൂട്ടാൻ മുത്തശ്ശിയോടുള്ള കൗതുകമോ സ്നേഹമോ കൊണ്ടാവാം കാഞ്ഞിരപ്പള്ളി കൊച്ചുപറമ്പിൽ ജോസ് ജേക്കബ് റംബൂട്ടാൻ കൃഷി ആരംഭിക്കുകയും ആ ജൈത്രയാത്ര ഇന്ന് ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാംസിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഹോം ഗ്രോൺ ഡയറക്ടർ ജോസ് ജേക്കബ്. കേരളത്തിൻ്റെ ഒരു ശക്തമായൊരു കാർഷിക പാരമ്പര്യമുള്ളൊരു സ്ഥലമാണല്ലോ കേരളം. പ്രത്യേകിച്ച് ക്യാഷ് ക്രോപ്സും സ്പൈസസിൻ്റെയും ഒരു നാടായിട്ടാണല്ലോ നാം അറിയപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ തന്നെ കേരളത്തിൽ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുവാനായിട്ട് ഏറ്റവും യോജിച്ച ഒരു സ്ഥലമായിട്ട് കേരളത്തെ ആ നിലയിൽ വീക്ഷിക്കാനാണ് ഹോം ഗ്രോണിൻ്റെ താല്പര്യം. കേരളത്തെ തന്നെ പല മേഖലകളാക്കി തിരിച്ച്, ഉദാഹരണത്തിന് വയനാട്, ഇടുക്കി, അല്ലെങ്കിൽ കുട്ടനാട് പ്രദേശങ്ങൾ, മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളാക്കി തിരിച്ച് ഈ മേഖലകൾക്കൊക്കെ യോജിച്ച ഫലവർഗ്ഗ കൃഷി ഏതെന്ന് കണ്ടെത്തിയിട്ട് അതിലേറ്റവും മികവുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും മികവുള്ള തൈകൾ ഇവിടെ എത്തിച്ച് അക്ലമറ്റൈസ് ചെയ്ത് കർഷകർക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഹോം ഗ്രോണിൻ്റെ പ്രധാന ഉദ്ദേശം. അതനുസരിച്ച് ഈവൻ കുട്ടനാടിന് പോലും വലിയ ഒരു കാർഷിക മുന്നേറ്റം ഉണ്ടാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള ആ കൺവെൻഷണൽ കൃഷിരീതികളെ പാടെ മായ്ച്ചു കളയാനല്ല, പകരം ഒരു സപ്ലിമെൻ്ററി ക്രോപ്പായിട്ട് അഡീഷണൽ വരുമാനം എന്നുള്ള നിലയിൽ ആ കുട്ടനാടിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിലയിലാണ് ഞങ്ങളുടെ ഊന്നലുകൾ മുഴുവൻ. അപ്പോൾ കുട്ടനാടിന് വേണ്ടി പറ്റിയ ചില കാര്യങ്ങൾ 2016-ലും 2017-ലുമായിട്ട് ഹോം ഗ്രോണ് ചില ഫലവർഗ്ഗങ്ങൾ കണ്ടെത്തുകയും അത് ഇറക്കാനായിട്ട് 2017-18-ലുമായിട്ട് ഞങ്ങളത് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിക്കായിട്ട് വയനാട്ടിനായിക്കോട്ടെ, വയനാട്ടിൽ ഉള്ള ലിച്ചിയുടെ ബഡ് വെറൈറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഹോം ഗ്രോണിലാണ്. വീണ്ടും അടുത്ത ഈ സെപ്റ്റംബർ മാസം ലോഞ്ച് ചെയ്യുന്നതാണ് മറ്റൊന്നാണ് മരാങ്, ഫിലിപ്പീൻസിൽ കണ്ടുവരുന്ന നമ്മുടെ ആഞ്ഞിലി ചക്കയോട് സാമ്യമുള്ള ഒരു പഴം. അപ്പോൾ അതും നമുക്കിവിടെ കേരളത്തിൽ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ രുചികരമായൊരു ഫലമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ തനിമ, ഇപ്പം ആഞ്ഞിലി, വരിക്കിയ ആഞ്ഞിലി, നമ്മുടെ നാട്ടിൽ എത്രയോ ആഞ്ഞിലി പഴങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അത് തന്നെ അതിൽ കൂഴയും വരിക്കയുമുണ്ട്. അപ്പോൾ അതിൽ തന്നെ മികച്ചൊരു ഇനം വരിക്കിയ ആഞ്ഞിലി കണ്ടെത്തി അതിൻ്റെ ബഡ് നമുക്ക് തൊടികളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കയ്യെത്തി പറിക്കാനാവുന്ന പൊക്കത്തിൽ വളർത്താൻ പറ്റുന്ന ആഞ്ഞിലികൾ. ഇങ്ങനെ ഞങ്ങൾ 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, നമ്മുടെ ഗാർഹികമായ ആ ഒരു കുന്തോപ്പിൽ നമുക്ക് വീടിനോട് ചേർന്നുള്ള ഒരു ഫുഡ് ഗാർഡൻ, അവിടെ നമുക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കാവുന്ന, ഓർഗാനിക്കായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഇനം ഫലവർഗ്ഗങ്ങൾ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കുടുംബത്തിൻ്റെ ആരോഗ്യവും കുടുംബത്തിൻ്റെ സന്തോഷവും ആ ഒരു നിലയിൽ ഒരു ഫുഡ് ഗാർഡൻ. മറിച്ച് 2 മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് പൊതു മാർക്കറ്റിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് വ്യാവസായികമായിട്ട് തന്നെ ചെയ്യാവുന്ന ഫലവർഗ്ഗങ്ങൾ. ഈ 2 ഇനങ്ങളിലായിട്ട് ഞങ്ങൾ ഏകദേശം 25ഓളം ഫ്രൂട്ട്സ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്.
അടുത്ത വർഷങ്ങളിലേക്ക് അത് ഇറക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ഈ കേരളം മുഴുവനായിട്ട് പാടെ റബ്ബറിനെയും തെങ്ങിനെയും മറന്നു കളയണമെന്നല്ല. ഒരു ഹെഡ്ജിങ്, അതായത് ഒരു 10 ഏക്കർ റബ്ബർ തോട്ടമുള്ള ആൾ എന്തുകൊണ്ട് ഒരു 1-2 ഏക്കർ ഇങ്ങനെ പ്ലാവിന് വേണ്ടിയും ഇങ്ങനെ ഫലവൃക്ഷങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെച്ചുകൂടാ? അപ്പോൾ അതിനായിട്ടൊരു വിപണി നമുക്ക് ഒരു അതിനനുസരിച്ച് സപ്ലൈ ഉണ്ടാകുമ്പോഴാണ് ഒരു വിപണി ഉണ്ടായി വരിക. നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നമ്മളെ തിരക്കിയ ആൾക്കാർ വരും. അതാണ് ഹോം ഗ്രൗണ്ടിൻ്റെ അനുഭവം. ഇതുവരെ കേരളത്തിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഭാവി ഈ ഒരു ഫലവർഗ കൃഷിയിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് വിഴിക്കത്തോട് ഗ്രാമത്തിൽ മണിമലയാറിന്റെ തീരത്ത് 24 ഏക്കറോളം വിസ്തൃതിയിൽ പ്രകൃതി രമണീയമായ ഈ നഴ്സറി വ്യാപിച്ചു കിടക്കുന്നു. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും അംഗീകാരവും സഹായവും ഈ സ്ഥാപനത്തിനുണ്ട്. ഔഷധവീര്യവും മാധുര്യവും ഒത്തുചേർന്ന ഒരു പഴമാണ് പുലാസാൻ. വിത്ത് മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കുന്നത്. പുലാസാൻ വിത്തിട്ട് തയ്യാറാക്കിയ തൈകൾ. ഇതിന്റെ ബഡ് ചെയ്ത തൈകൾ ഇവിടെ ലഭ്യമാണ്. രുചികരമായ മാംഗോസ്റ്റീനിന്റെ തൈകളും ഇവിടെ ലഭിക്കുന്നു. വിത്ത് മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കുന്നത്. രുചിയുടെയും പോഷകമൂല്യത്തിന്റെയും കാര്യത്തിൽ വമ്പനാണെങ്കിലും പലർക്കും രൂക്ഷഗന്ധം അസഹ്യമായിട്ടുള്ള ദുരിയാൻ ഇഷ്ടപ്പെടുന്നവരും ഏറെയുണ്ട്. ദുരിയാന്റെ വിത്ത് മുളപ്പിച്ച തൈകൾ ഈ നഴ്സറിയിൽ ലഭ്യമാണ്. നമ്മുടെ നാട്ടിലെ പഴമക്കാരായി പോയ ആഞ്ഞിലി, വരിക്കയും കൂഴയും ഗ്രാഫ്റ്റിനായി മദർ പ്ലാന്റുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും സുലഭമായതും അരക്കും ചവണിയും തീരെ കുറഞ്ഞതും സ്വാദിഷ്ടവുമായ ഒരു ചെറുചക്കയാണ് ചെമ്പടുക്ക്. നഴ്സറിയിൽ വിതരണത്തിനായി തയ്യാറായി വരുന്ന ചെമ്പടുക്ക് തൈകൾ. ചെമ്പടുക്കിന്റെ സവിശേഷതകളെപ്പറ്റി കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രൗണ്ട് നഴ്സറി ആൻഡ് ഫാംസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹെഡ് ഡോക്ടർ സണ്ണി ജോർജ് നൂറുമേനിക്ക് വേണ്ടി വിശദീകരിക്കുന്നു. ചെമ്പടക്ക് പെനിൻസുലാർ മലേഷ്യൻ ഒറിജിനാണ്. ചക്കയോട് വളരെ സാമ്യമുള്ള അല്ലെങ്കിൽ ചക്കയുടെ ബന്ധുവായ ചെമ്പടക്ക് ആർട്ടോകാർപ്പസ് ഇൻഡിഗർ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായ കൃഷിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കുമൊക്കെ വളരെ അനുയോജ്യമായതാണ് ചെമ്പടക്ക് എന്നതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 വെറൈറ്റികൾ ഞങ്ങൾ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് HG28, HG30, HG33 എന്നീ ഇനങ്ങളാണ്. ചെമ്പടക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ധാരാളം വ്യാവസായിക മൂല്യവും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധാരാളം കൃഷിക്കാർ ഈ ചെമ്പടക്ക് സ്വീകരിക്കുകയും അത് അവരുടെ അങ്കണത്തിൽ നടുകയും അങ്ങനെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും ആരോഗ്യപരമായ അന്തരീക്ഷത്തിൽ നമുക്ക് വളരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് അറിയുകയും ചെയ്യുന്നു. ചക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ചെമ്പടക്ക്. ചക്ക ഒരു 20-25 കിലോ ഒക്കെ ഭാരമുള്ളപ്പോൾ ചെമ്പടക്ക് ഏകദേശം 2.5-2.25 കിലോഗ്രാമേ ഭാരമുണ്ടാവൂ. ചെമ്പടക്കിന് ഈ അരക്കും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഫ്ലാറ്റിലുള്ള ഒരാൾക്ക് ഒരു വലിയൊരു ചക്ക കിട്ടുവാണെങ്കിൽ അതൊന്ന് കൈകാര്യം ചെയ്യാനായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ചെമ്പടക്ക് നമ്മുടെ ഊണുമേശയിൽ വെച്ച് തന്നെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്തെന്ന് ചെറുതായിട്ടൊന്ന് വരങ്ങിയിട്ട് അതിനെ വേർപെടുത്തിയിട്ട് ചുളകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ചക്ക നമ്മുടെ നാട്ടിൽ വളരെ അല്ലെങ്കിൽ ചക്കയുടെ ജന്മദേശം തന്നെ നമ്മുടെ നാടാണല്ലോ, വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. ചെമ്പടക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളുടെ ആദ്യകാല പരീക്ഷണങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മലേഷ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ അങ്ങനെയുള്ള ആ രാജ്യങ്ങളിലെ അതേ കാലാവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ആ റംബൂട്ടാൻ അല്ലെങ്കിൽ മാങ്കോസ്റ്റിനൊക്കെ അതിൻ്റെ ആ ജന്മദേശത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അതിലും നന്നായിട്ട് തന്നെ
ഫലം നൽകുകയും നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സൊക്കെ നൽകുന്നതായിട്ടും ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ്, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, നിരോക്സികാരക സംയുക്തങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. വിറ്റാമിൻ എ, സി എന്നിവ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവിനെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. ഈ ഡയറ്ററി ഫൈബർ, അതായത് പഴത്തിലുള്ള നാരിൻ്റെ അംശം വളരെ കൂടുതലായതുകൊണ്ട് മലബന്ധം പോലെയുള്ള രോഗങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനായിട്ട് ചെമ്പടക്കിന് സാധിക്കും. ഹെട്രോഫ്ലാവിൻ സി എന്ന ഒരു സസ്യജന്യ സംയുക്തം ഇന്തോനേഷ്യൻ റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മലേറിയൽ പരാതങ്ങളെ ഫലപ്രദമായി നശിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. റംബൂട്ടാനിൽ പ്രചോദനം നേടി റംബൂട്ടാൻ കൃഷിയിലും തൈ ഉൽപ്പാദനത്തിലും തുടക്കം കുറിച്ച ഹോംഗ്രോണിൽ വൈവിധ്യമാർന്ന ഒട്ടേറെ നവാഗതർ ഇപ്പോൾ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. 1000 മുതൽ 4000 വരെ രൂപ വിലയുള്ള ജക്കോട്ടാബ തൈകൾ, തൈ ഒന്നിന് 250 രൂപ വിലയുള്ള അരക്കില്ല പ്ലാവ്, 1000 രൂപ വിലയുള്ള തേൻവരിക്ക പ്ലാവ്, വലിപ്പമനുസരിച്ച് തൈ ഒന്നിന് 350 മുതൽ 1000 രൂപ വരെ വിലയുള്ള റംബൂട്ടാൻ കിങ്, 60 രൂപ വിലയുള്ളതും കായ്ക്ക് 1/2 കിലോ വരെ തൂക്കമുള്ളതുമായ കിലോ പേര, തൈക്ക് 100 രൂപ വിലയുള്ള മുള്ളാത്തി അഥവാ ആത്തി, 200 രൂപ വിലയുള്ള ചക്കരമാവ്, 275 രൂപ വിലയുള്ള പൊക്കം കുറഞ്ഞ കൊശ്ശേരി മാവ്, 750 രൂപ വിലയുള്ള മലേഷ്യൻ ചാമ്പ റെഡ്, 900 രൂപ വിലയുള്ള പനീർ ചാമ്പ, കൂടാതെ മാങ്ങ ഇനങ്ങളായ കല്ലുകെട്ടി, കൊളമ്പ്, ഇങ്ങനെ എത്രയെത്ര നവഫലതങ്ങൾ. നഴ്സറിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി ഹോം ഗ്രോൺ നഴ്സറി ആൻഡ് ഫാംസ് സീനിയർ മാനേജർ ലെസ്ലി വർഗീസ്. ഹോം ഗ്രോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10-12 വർഷത്തോളമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഒരു ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി എന്നുള്ളത് തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ, അതായത് ഹോം ഗ്രോൺ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. കാരണം റംബൂട്ടാൻ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്. അതിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു കൃഷിയായി കേരളത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവൈലബിലിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾ പുതിയ പഴങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൽ ചെമ്പടക്ക് വളരെ താമസിയാതെ തന്നെ മാർക്കറ്റിലെത്തും. വിവിധതരം പഴങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് നല്ല ക്വാളിറ്റി തൈകൾ കർഷകരിൽ അല്ലെങ്കിൽ ഓരോ വീടുകളിലും ഓരോ പഴത്തൈകൾ വെച്ചുകൊണ്ട് കേരളത്തെ ഒരു ഫ്രൂട്ട് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ഹോം ഗ്രോണിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അതിലേക്ക് മുന്നേറാൻ ഉള്ള എല്ലാവിധമായ കാൽവയ്പ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല തൈകൾ കർഷകർക്കോ വീടുകളിൽ എത്തിച്ച് ഓർഗാനിക്കായിട്ടുള്ള, അതായത് വിഷം കലരാത്ത പഴങ്ങൾ നമ്മുടെ കുട്ടികൾ പറിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പുറത്ത് മൃദുരോമങ്ങളുള്ളതിനാൽ മുള്ളൻ പഴം, ഹെയറി ലിച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന റംബൂട്ടാൻ പ്രചാരണത്തിനാണ് തുടക്കം മുതലേ ഇവിടെ പ്രാധാന്യം നൽകി വന്നിട്ടുള്ളത്, പ്രത്യേകിച്ചും മലേഷ്യൻ ഇനം. ചുമപ്പും മഞ്ഞയും നിറങ്ങളിൽ രോമാവൃത ഫലക്കുലകൾ അണിഞ്ഞു നിൽക്കുന്ന റംബൂട്ടാൻ വൃക്ഷം കണ്ണിനും കരളിനും ആനന്ദം പകരുന്ന ഒരലങ്കാര ചെടിയല്ലെന്ന് ആരും പറയില്ല. 10 മുതൽ 12 മീറ്റർ വരെ പൊക്കം കാണും റംബൂട്ടാൻ മരത്തിന്. കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന മാംസള ഭാഗം അഥവാ ഏറിൽ ആണ് ഭക്ഷ്യയോഗ്യം. ചെറിയ പുളിയുള്ളതും മധുരമുള്ളതുമുണ്ട്. ധാരാളം വിറ്റമിനുകളും ധാതു ലവണങ്ങളും റംബൂട്ടാനിൽ അടങ്ങിയിരിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഈ പഴത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാം. കേരളത്തിൽ പത്തനംതിട്ട, റാന്നി, കോഴഞ്ചേരി, കോന്നി, അയിരൂർ തുടങ്ങിയ